ടൈമർ പ്രോഗ്രാമിംഗ് 8051 നമ്മൾ നേരത്തെ ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്ന പഠിച്ചു. there is another technique. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു more accurate method is using timers. So here we have two timers, that is timer 0 and timer 1. അപ്പോൾ രണ്ട് ടൈമേഴ്സ് ആണ് 8051 ഉള്ളത്, ടൈമർ 0യും ടൈമർ 1. അപ്പം ഈ ടൈമേഴ്സിന് നമുക്ക് രണ്ട്, അല്ലെങ്കിൽ ടൈമേഴ്സിന് ഇറ്റ് ഇസ് നോട്ട് ഓൺലി ടൈമേഴ്സ്, ടൈമർ ബാർ കൗണ്ടർ, ടൈമറായിട്ടും ആക്ട് ചെയ്യാം, കൗണ്ടറായിട്ടും ആക്ട് ചെയ്യാം. ടൈമറായിട്ട് എപ്പോഴാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു ജനറേറ്റ് എ ടൈം ഡിലേ. അതാണ് നമ്മൾ നേരത്തെ ALP വഴി ടൈം ഡിലേ ജനറേറ്റ് ചെയ്തില്ലേ. ദി സെയിം തിങ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് ടൈമേഴ്സ് 2. സോ വി ഹാവ് ടു ടൈമേഴ്സ്, ടൈമർ 0, ടൈമർ 1. ഈ രണ്ട് ടൈമേഴ്സിനെയും ടൈമറായിട്ടും കൗണ്ടറായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ടൈമർ എന്ന് വെച്ചാൽ ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാൻ, കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ പിന്നിലേക്ക് കൊടുക്കുന്ന ഒരു സിഗ്നലിന് എത്ര പൾസ് വരുന്നു കൗണ്ട് ചെയ്യാനോ, ഒരു എക്സ്റ്റേണൽ ഫ്രീക്വൻസി, ഒരു എക്സ്റ്റേണൽ പൾസ് കൊടുത്ത് അതിന്റെ ഫ്രീക്വൻസി നിഷ്ഠിക്കാനോ ഒക്കെയാണ് കൗണ്ടർ ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. ടൈമർ എന്ന് പറഞ്ഞാൽ ഒരു ടൈം ഡിലേ, രണ്ട് ഇവന്റിന് ഇടയ്ക്ക് ഒരു ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാം. ടൈം ഡിലേ ജനറേറ്റ് ചെയ്യാനും ഒരു ഇവന്റ് കൗണ്ട് ചെയ്യാനും നമുക്ക് ടൈമേഴ്സ് അല്ലെങ്കിൽ കൗണ്ടേഴ്സിന് ഉപയോഗിക്കാം. സോ ഹിയർ വി ഹാവ് ടു ടൈമേഴ്സ്, ടൈമർ 0 ആൻഡ് ടൈമർ 1. ഇത് രണ്ടും 16-bit ടൈമേഴ്സ് ആണ്. ബോത്ത് ഓഫ് ദീസ് ആർ 16-bit wide. ഏതൊരു പ്രോഗ്രാമിംഗ്, അതായത് ഫസ്റ്റ് മോഡൽ ടൈമർ പ്രോഗ്രാമിംഗ്, സീരിയൽ പോർട്ട് ഇന്ററപ്റ്റ്, അതിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് വാട്ട് ഓൾ രജിസ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ തിങ്. അതായത് ഇപ്പോൾ നമ്മൾ ടൈമേഴ്സുമായിട്ട് പഠിക്കുകയാണെങ്കിൽ ടൈമറുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ട്. ഹിയർ വി ഹാവ് ടൈമർ രജിസ്റ്റേഴ്സ്. 16-bit ടൈമർ ആയതുകൊണ്ട് ഈ ടൈമർ രജിസ്റ്റർ എന്ന് പറയുന്നത് 16-bit ആയിരിക്കും. വി ഹാവ് ടൈമർ രജിസ്റ്റേഴ്സ്. പിന്നെ എന്തൊക്കെയുണ്ട്, ടി മോഡ് രജിസ്റ്റർ, ടി കോൺ രജിസ്റ്റർ. ഇത്രയും രജിസ്റ്റേഴ്സ് ആണ് ടൈമർ രജിസ്റ്റേഴ്സ്, ടി മോഡ് രജിസ്റ്റർ ആൻഡ് ടി കോൺ രജിസ്റ്റേഴ്സ്. ടൈമർ രജിസ്റ്റേഴ്സ് 16-bit വൈഡ്, ടൈമർ മോഡ് രജിസ്റ്റർ അതാണ് ടി മോഡ്, ടൈമർ കൺട്രോൾ രജിസ്റ്റർ അതാണ് ടി കോൺ എന്ന് പറയുന്നത്. ഇത്രയും രജിസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ടൈമർ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പഠിക്കും. ഓക്കെ, അപ്പൊ ഈ ടൈമർ രജിസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് ടൈമേഴ്സ് ഉണ്ടല്ലോ, ടൈമർ 0യും ടൈമർ 1ഉം. രണ്ടും 16-bit വൈഡ് ആണ്. അപ്പൊ ടൈമർ 0 രജിസ്റ്ററും 16-bit വൈഡ്, ടൈമർ 1 രജിസ്റ്ററും 16-bit വൈഡ്. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദിസ് ഇസ് ദ ടൈമർ 0 രജിസ്റ്റർ ആൻഡ് ദിസ് ഇസ് ദ ടൈമർ 1 രജിസ്റ്റർ. രണ്ട് രജിസ്റ്റർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, D0 തൊട്ട് D15 വരെയുള്ള 16 bits ആണ് ഉള്ളത്. സിമിലർലി ഹിയർ ഓൾസോ D0 തൊട്ട് D15 വരെയുള്ള 16 bits ആണ് ടൈമർ 1 രജിസ്റ്ററിലും ഉള്ളത്. ഈ 16 bitsനെ നമുക്ക് 8 bits ഉള്ള രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈമർ 0യെ ടൈമർ ലോ TL0, ടൈമർ 0യുടെ ലോവർ ഓർഡർ, ടൈമർ 0യുടെ ഹയർ ഓർഡർ. സിമിലർലി ടൈമർ 1ന്റെ ലോവർ ഓർഡർ, ടൈമർ 1ന്റെ ഹയർ ഓർഡർ. അപ്പൊ നമുക്ക് ടൈമർ 0 രജിസ്റ്ററിന് ലോവർ ഓർഡർ ഹയർ ഓർഡറിനും ടൈമർ 1 രജിസ്റ്ററിനെ ലോവർ ഓർഡർ ഹയർ ഓർഡർ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്ക ഇൻസ്ട്രക്ഷൻസും നമുക്ക് മിക്ക ഓപ്പറേഷൻസ് നമ്മൾ 8-bit ചെയ്യുന്നത്. അത് കാരണം ആ 16-bit രജിസ്റ്ററിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ടൈമർ ലോ, ടൈമർ ഹൈ. ടൈമർ 0 രജിസ്റ്ററിനും അതുപോലെ ഉണ്ട്, ടൈമർ 1 രജിസ്റ്ററിനും ഉണ്ട്. ഓക്കെ, ഇതാണ് ഇപ്പൊ ടൈമർ രജിസ്റ്റേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു 3 രജിസ്റ്റേഴ്സ് ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ ടൈമർ പ്രോഗ്രാമിംഗ്. ഫസ്റ്റ് വൺ ഇസ് ദ ടൈമർ രജിസ്റ്റർ. എന്താണ് അതിന്റെ പ്രയോജനം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഇസ് ദ ടി മോഡ്, ടൈമർ മോഡ് രജിസ്റ്റർ. Then T-con register, timer control register. These registers are involved in timer programming. അപ്പോൾ ഈ 3 രജിസ്റ്ററും കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ടൈമർ പ്രോഗ്രാമിംഗ് പോകും. എന്നാൽ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നതെന്നും കൂടെ പഠിച്ചാൽ മതി. എന്താണ് ഈ രജിസ്റ്ററിന്റെ യൂസ് എന്ന് വെച്ചാൽ, ബേസിക്കലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ ടൈമർ രജിസ്റ്റർ 16-bit രജിസ്റ്റർ ആണല്ലോ, പല മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. 16-bit മോഡ് ആണെങ്കിൽ ഈ 16-bit, അതായത് ടൈമർ രജിസ്റ്ററിലെ 16-bit നമ്മളൊരു കൗണ്ട് എഴുതും. സപ്പോസ് നമ്മൾ എഴുതുന്ന കൗണ്ട് FB ആണെന്നിരിക്കട്ടെ. ഈ കൗണ്ട് നമ്മൾ എവിടെ ആയിരിക്കും എഴുതുന്നത്, ടൈമർ രജിസ്റ്ററിലായിരിക്കും എഴുതുന്നത്. 16-bit ഉള്ള ടൈമർ രജിസ്റ്ററിൽ നമ്മൾ ഇങ്ങനെ ഒരു കൗണ്ട് എഴുതി വെച്ചു. അപ്പൊ എന്താ ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ FFFB എന്നുള്ളത് FFFCI, B എന്നുള്ളത് CI, C എന്നുള്ളത് FFFDI, പിന്നെ D എന്നുള്ളത് FFFEI, പിന്നെ അത് FFF മാക്സിമം വാല്യൂ എത്തി അത് 0യിലേക്ക് പോകും. ഇതിനെയാണ് റോൾ ഓവർ എന്ന് പറയുന്നത്. റോൾ ഓവർ എന്ന് പറയുന്നത് ഈ FFFF എന്ന് 0യിലേക്ക് പോകുന്ന ഈ കണ്ടീഷനെയാണ് റോൾ ഓവർ. ഈ റോൾ ഓവർ എത്തുന്ന ഇടം വരെ നമുക്ക് അത്രയും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിലേ ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ എന്ത് കൗണ്ട് ടൈമർ രജിസ്റ്ററിൽ കൊടുത്തോ
അതിൽ നിന്നും റോൾ ഓവർ സംഭവിക്കുന്ന സമയം വരെയുള്ള ഡിലേ നമുക്ക് കിട്ടും. ഇവിടെ എത്ര കൗണ്ട് മാറി? ഫസ്റ്റ് കൗണ്ട്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. 5 കൗണ്ട് മാറി. ബി, സി, ടി, ഇ, എഫ്, പിന്നെ 0. 5 കൗണ്ട് മാറി. അപ്പൊ ഈ 5 കൗണ്ട് മാറുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിലേ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇതാണ് ടൈമർ രജിസ്റ്ററിന്റെ യൂസ്. ടൈമർ രജിസ്റ്ററിൽ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ചുള്ള ഡിലേ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പൊ ടൈമർ രജിസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഇതിലും ചെറിയൊരു വാല്യൂ ആണ്. ഇതിലും ചെറിയൊരു വാല്യൂ, ഇപ്പം സപ്പോസ് നിങ്ങൾ ടൈമർ രജിസ്റ്ററിൽ 2000 H ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 2000 നിന്ന് റോൾ ഓവർ സംഭവിക്കണം. 2001, 2002 അങ്ങനെ കൂടി 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 FFFF ആയി പിന്നെ അതിൽ നിന്ന് 0 ആവണം. അപ്പൊ അത്രയും സമയമുള്ളൊരു ഡിലേ കിട്ടും. അപ്പം FFFB ടൈമർ രജിസ്റ്ററിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഡിലേ നമുക്ക് ഇവിടെ കിട്ടും. 2000 കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡിലേ കിട്ടും. സപ്പോസ് നമ്മൾ ലോഡ് ചെയ്യുന്ന വാല്യൂ 0000 H ആണെങ്കിലോ മാക്സിമം ഡിലേ കിട്ടും. കാരണം അവിടെ 0000 കൂടി 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 FFFF എത്തി പിന്നെ റോൾ ഓവർ സംഭവിക്കണം. അത്രയും ഡിലേ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എത്ര ഡിലേ ആവശ്യമുണ്ടോ അതനുസരിച്ചുള്ള കൗണ്ട് ആയിരിക്കും നമ്മുടെ ടൈമർ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ടൈമർ രജിസ്റ്ററിന്റെ യൂസ്. 2 ടൈമർ രജിസ്റ്റേഴ്സ്, ടൈമർ 0, ടൈമർ 1, ബോത്ത് ആർ 16-bit രജിസ്റ്റേഴ്സ്. അതുകൊണ്ട് അതിനെ ലോവർ ഓർഡർ ഹയർ ഓർഡർ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോവർ ഓർഡർ 8 bitsഉം ഹയർ ഓർഡർ 8 bitsഉം. ഓക്കെ, അടുത്ത ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് ടി മോഡ് രജിസ്റ്റർ. ടൈമർ മോഡ് രജിസ്റ്റർ, ടി മോഡ് രജിസ്റ്റർ. അപ്പൊ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടൈമറിനെ പല മോഡിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ മോഡ് 1, മോഡ് 2 മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഇൻ ഡീറ്റെയിൽ. ബട്ട് ദർ ആർ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. അപ്പൊ ഈ മോഡുകൾ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് ടൈമർ മോഡ് രജിസ്റ്റർ. അപ്പൊ 2 ടൈമേഴ്സും, ടൈമർ 0, നമുക്ക് 2 ടൈമർ ഉണ്ടല്ലോ ഇവിടെ, 2 രജിസ്റ്ററും ഒരേ ടി മോഡ് രജിസ്റ്റർ തന്നെയാണ് ഉപയോഗിക്കുന്ന മോഡ് സെറ്റ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ ടി മോഡ് രജിസ്റ്ററിന്റെ 8 ബിറ്റ്. ഇറ്റ് ഈസ് എൻ 8-bit രജിസ്റ്റർ. ടി മോഡ് രജിസ്റ്റർ എന്ന് പറയുന്നത് 8-bit SFR ആണ്. SFR സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ. സോ ടി മോഡ് രജിസ്റ്റർ ഇസ് എൻ 8-bit സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ. ആ 8 ബിറ്റില് ടൈമർ 0ക്കും ഉണ്ട്. ടൈമർ 0യുടെ മോഡ് സെറ്റ് ചെയ്യാൻ നമുക്ക് ടൈമർ 1ന്റെയും മോഡ് സെറ്റ് ചെയ്യാം. അപ്പൊ നോക്കിയേ, ആ 8 ബിറ്റിൽ ലോവർ ഓർഡർ 4 ബിറ്റ് ഇറ്റ് ഇസ് ഫോർ ടൈമർ 0, ഹയർ ഓർഡർ 4 ബിറ്റ് ഇറ്റ് ഇസ് ഫോർ ടൈമർ 1. അതിൽ ഡിവൈഡ് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ശരിക്കും ഇത് ഇത്രയും ഒരു 8-bit രജിസ്റ്റർ ആണ്, കംപ്ലീറ്റ്ലി ഒരു 8-bit രജിസ്റ്റർ. അപ്പൊ ലോവർ ഓർഡർ 4 ബിറ്റ് ടൈമർ 0ക്കും അപ്പർ ഓർഡർ 4 ബിറ്റ് ടൈമർ 1നും. അപ്പൊ ശരിക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ടൈമർ 0യിൽ ആ 4 ബിറ്റ് തന്നെയാണ് ടൈമർ 1ന്റെ 4 ബിറ്റ്. പക്ഷെ 2 ടൈമേഴ്സ് ഉള്ളതുകൊണ്ട് 4 ബിറ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ നോക്കി 2 ടൈമേഴ്സിന്റെ കേസ് എടുത്താലും M1 M0 ഇതാ LSB-യിലുള്ള 2 ബിറ്റുകൾ, അതിനെയാണ് മോഡ് ബിറ്റ്സ് എന്ന് പറയുന്നത്. മോഡ്, ടൈമറിന്റെ മോഡ് സെറ്റ് ചെയ്യുന്ന ബിറ്റ്സ്, മോഡ് ബിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നോക്കി C⁻T രണ്ടിടത്തും ഉണ്ട്. C⁻T എന്നുള്ള ബിറ്റ് 1 ആണെങ്കിൽ കൗണ്ടർ ഓപ്പറേഷൻ ആയിരിക്കും, 0 ആണെങ്കിൽ ടൈമർ ഓപ്പറേഷൻ ആയിരിക്കും. അപ്പൊ C⁻T ബിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം വെദർ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ആസ് എ കൗണ്ടർ ഓർ ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ആസ് എ ടൈമർ. ടൈമർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ടൈം ഡിലേ ആണല്ലോ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്കിന്റെ ഫ്രീക്വൻസി ആയിരിക്കും. നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ കണക്ട് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ എക്സ്റ്റേണൽ ഇവന്റ് കൗണ്ട് ചെയ്യുമ്പോഴോ അത് നമ്മുടെ ക്ലോക്ക് ഫ്രീക്വൻസിയിലായിരിക്കരുത്. എക്സ്റ്റേണൽ ഇവന്റ് എങ്ങനെ നടക്കുന്നോ അതനുസരിച്ചായിരിക്കണം കൗണ്ടിങ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന പൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും കൗണ്ടിങ് ഓപ്പറേഷൻ നടക്കുന്നത്. ആ പോയിന്റ് വിട്ടുപോയത്. ടൈം ഡിലേ ജനറേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? നമ്മുടെ ഇന്റേണൽ ക്ലോക്ക് ഫ്രീക്വൻസിയുടെ ബേസിസിലാണ്. പക്ഷെ കൗണ്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോഴോ നമ്മുടെ ഇന്റേണൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പൾസ് മെഷർ ചെയ്യാനോ എത്ര പ്രാവശ്യം ആ ഒരു ഇവന്റ് സംഭവിച്ചെന്ന് കൗണ്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നമുക്ക് കൗണ്ടറായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്? പുറത്തുള്ള പൾസ്, അതിന്റെ ഫ്രീക്വൻസിയിൽ വേണം നമ്മുടെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ M1 M0 എന്ന് പറയുന്നത് മോഡ് ബിറ്റ്സ്, C⁻T എന്ന് പറയുന്നത് കൗണ്ടർ ബാർ ടൈമർ. അത് 1 ആണെങ്കിൽ കൗണ്ടർ ഓപ്പറേഷൻ, 0 ആണെങ്കിൽ ടൈമർ ഓപ്പറേഷൻ. പിന്നെ ഗേറ്റ് എന്ന് പറയുന്നത് നോക്കി, ഇത് ഗേറ്റ് എപ്പോഴും നമ്മൾ 0 ആയിട്ട് വെക്കും. കാരണം നമ്മുടെ കേസിൽ മൊത്തം നമ്മൾ ടൈമറിനെ സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയല്ല, നിങ്ങൾ എക്സ്റ്റേണൽ ഡിവൈസ് കണക്ട് ചെയ്തിട്ട് അവർ വരുമ്പോഴത്തേക്ക് ഈ ടൈമർ ഓണോ ഓഫോ ഒക്കെ ചെയ്യണം ഹാർഡ്വെയർ ഉപയോഗിച്ചിട്ട്, എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗേറ്റ് 1 ആക്കി കൊടുക്കാം. പക്ഷെ നമ്മുടെ സ്റ്റഡി ത്രൂ ഔട്ട് നമ്മൾ ഗേറ്റ് എന്തായിരിക്കും കൊടുക്കുന്നത്? 0 തന്നെയായിരിക്കും കൊടുക്കുന്നത്.
അപ്പൊ അതാണ് ഗേറ്റ്. നമ്മൾ ഗേറ്റ് നമ്മൾ ഫിക്സ് ചെയ്തു 0 എന്ന്, ബിക്കോസ് വി ആർ യൂസിങ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് ടു സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ദ ടൈമർ. അതുകൊണ്ട് നമ്മൾ ഗേറ്റിന് 0 തന്നെ വെച്ചു. പിന്നെ സി ബാർ ടി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ കൗണ്ടർ ഓപ്പറേഷൻ, 0 ആണെങ്കിൽ ടൈമർ ഓപ്പറേഷൻ. പിന്നെ M1 M0 എന്ന് പറയുന്ന മോഡ് ബിറ്റ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. M1 M0ക്ക് 4 കോമ്പിനേഷൻസ് പറ്റും, 00, 01, 10, 11. അപ്പൊ ആ ഓരോ കോമ്പിനേഷന് കറസ്പോണ്ടിങ് മോഡ് 0, മോഡ് 1, മോഡ് 2, മോഡ് 3. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് മോഡ് 1ലും മോഡ് 2ലും മാത്രമാണ്. മോഡ് എന്ന് പറയുന്നത് 16 ബിറ്റ് ടൈമർ മോഡ്. 16 ബിറ്റ് ടൈമർ മോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ടൈമർ രജിസ്റ്റർ ഉണ്ടല്ലോ, 16 ബിറ്റ് ഉള്ള ടൈമർ രജിസ്റ്റർ, അതിലൊരു 16 ബിറ്റ് കൗണ്ട് ആയിരിക്കും. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ എങ്ങനെയാണ് ഒരു ടൈമർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. ഒരു 16 ബിറ്റ് വാല്യൂ ആയിരിക്കും ലോഡ് ചെയ്യുന്നത് 16 ബിറ്റ് ടൈമർ മോഡ് എന്ന് പറയുമ്പോൾ. മോഡ് 2 എന്ന് പറയുന്നത് 8 ബിറ്റ് ഓട്ടോ റീലോഡ് എന്ന് വെച്ചാൽ 8 ബിറ്റ് മോഡാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ ടൈമർ രജിസ്റ്ററിന് നമുക്ക് ലോവർ ഓർഡർ, ഹയർ ഓർഡർ, TL0, TH0, TL1, TH1 അങ്ങനെ 2 ഹയർ ഓർഡർ ലോവർ ഓർഡർ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ. അതിൽ ഒരിടത്ത് മാത്രമായിരിക്കും നമ്മൾ ഡേറ്റ ലോഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൗണ്ട് ലോഡ് ചെയ്യുന്നത്. 8 ബിറ്റിൽ ലോഡ് ചെയ്യുന്നുള്ളൂ. അതാണ് 8 ബിറ്റ് ടൈമർ മോഡ്. എന്താണ് ഈ ഓട്ടോ റീലോഡ് എന്ന് നമ്മൾ മോഡ് 2 പഠിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മോഡ് 1 ആൻഡ് മോഡ് 2. മോഡ് 1 എന്ന് പറയുന്നത് 16 ബിറ്റ് ടൈമർ മോഡ്, മോഡ് 2 എന്ന് പറയുന്നത് 8 ബിറ്റ് മോഡ് വിത്ത് ഓട്ടോ റീലോഡ്. പിന്നെ മോഡ് 0 ഉണ്ട്, മോഡ് 0 ഉണ്ട് 13 ബിറ്റ് ടൈമർ മോഡ്, നമ്മൾ പഠിക്കുന്നില്ല. പിന്നെ മോഡ് 3 ഉണ്ട് സ്പ്ലിറ്റ് ടൈമർ മോഡ്, അതും പഠിക്കുന്നില്ല. അപ്പൊ നമ്മൾ വി ആർ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് ഓൺ ജസ്റ്റ് മോഡ് 1 ആൻഡ് മോഡ് 2. ഓക്കെ, നോക്കിയേ എങ്ങനെയാണ് ടി മോഡ് രജിസ്റ്ററിൽ കണ്ടന്റ് എഴുതുന്നത്. ഇൻഡിക്കേറ്റ് വിച്ച് മോഡ്, ക്വസ്റ്റ്യൻ നോക്കി, ഇൻഡിക്കേറ്റ് വിച്ച് മോഡ് ആൻഡ് വിച്ച് ടൈമർ ആർ സെലക്ടഡ് ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചു ചോദിക്കാം. അതായത് ഇതിപ്പോ നിങ്ങൾക്ക് എന്താ ചെയ്തിരിക്കുന്നത്, ഈ ഇൻസ്ട്രക്ഷൻ തന്നിട്ട് നിങ്ങൾക്ക് ഏത് മോഡാണ് ഏത് ടൈമറാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. തിരിച്ച് നിങ്ങൾക്ക് ചോദിക്കാം, ടൈമർ 0യിൽ മോഡ് 1 സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കും. അപ്പൊ തിരിച്ച് മൂവ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ എഴുതണം. ഓക്കെ, അപ്പൊ നോക്കി ഇവിടെ ടി മോഡിന്റെ വാല്യൂ ഫസ്റ്റ് എ കേസിൽ എ പാർട്ടില് 01 എന്ന് പറഞ്ഞ ടി മോഡ് രജിസ്റ്ററിലെ കണ്ടന്റ് ഇതാണ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ എല്ലാ 0 ഉള്ളത് ഇത് ടൈമർ 1ന് കറസ്പോണ്ടിങ്, ഇത് ടൈമർ 0ക്ക് കറസ്പോണ്ടിങ് ആണല്ലോ. ടൈമർ 1ന്, ഇത് ടൈമർ 0ക്ക്. ഇനി എല്ലാ 0സും വന്നാൽ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് മാത്രം കൺസിഡർ ചെയ്യുന്നു. ടൈമർ 0 ആണ്. ഏത് മോഡിലാണ്? മോഡ് എങ്ങനെ കണ്ടുപിടിക്കും? ഇത് M0, M1. നോക്കിയേ ഇവിടെ ഇതല്ലേ M1 M0. പൊസിഷൻസ് അങ്ങനെയല്ലേ, ഗേറ്റ് സി ബാർ ടി M1 M0, M1 M0 സി ബാർ ടി ഗേറ്റ്. ഗേറ്റ് ഇപ്പോൾ 0, സി ബാർ ടി ആയതുകൊണ്ട് ടൈമർ തന്നെയാണ്. ഏത് മോഡായിരിക്കും? മോഡ് 1. മോഡ് 1നാണ് ഇവിടെ 01 എന്നുള്ള പൊസിഷൻ വരുന്നത്. അപ്പോൾ മോഡ് 1 ഓഫ് ടൈമർ 0 is selected. ബി പാർട്ട് നോക്കിയേ, ബി പാർട്ടിൽ മൂവ് ടി മോഡ് കോമ #20H. 20H എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് ടൈമർ ആയിരിക്കും? ഈ ടൈമർ. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം 0s ആണ്. ഇവിടെ ടൈമർ 1 ആണ്. ടൈമർ 1 ഏത് മോഡ്? ഏതായിരിക്കും മോഡ്? മോഡ് 2. ടൈമർ 1ന്റെ മോഡ് 2, അതാണ് മോഡ് 2 ഓഫ് ടൈമർ 1 is selected. ലാസ്റ്റ് വൺ, മൂവ് ടി മോഡ് കോമ #12H. 12 എന്ന് പറയുന്നത് 12. അപ്പൊ ഇവിടെ രണ്ടിടത്തും 1 ഉണ്ട്, ഹയർ ഓർഡർ ലോവർ ഓർഡർ. അപ്പൊ 2 ടൈമേഴ്സും ഉണ്ട്. ഇത് ടൈമർ 1, ഇത് ടൈമർ 0. ടൈമർ 1 ഏത് മോഡിലാ? 01 എന്ന് പറയുമ്പോൾ മോഡ് 1. ടൈമർ 0 ഏത് മോഡിലാ? 10 എന്ന് പറയുമ്പോൾ മോഡ് 2. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, തിരിച്ചാണെങ്കിൽ ഇതേപോലെ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ടൈമർ ഓപ്പറേഷൻ ആണെങ്കിൽ സി ബാർ ടി 0 ആയിരിക്കും, ഗേറ്റ് എന്തായാലും 0 തന്നെ. പിന്നെ ലാസ്റ്റ് ആ മോഡ് ബിറ്റ് മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡ് അനുസരിച്ച് അത് മാറും. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ലോവർ ഓർഡർ എന്ന് പറയുന്നത് ടൈമർ 0ക്ക് കറസ്പോണ്ടിങ്ങും ഹയർ ഓർഡർ എന്ന് പറയുന്നത് ടൈമർ 1ന് കറസ്പോണ്ടിങ്ങും ആണ്. ഇത്രയാണ് നമുക്ക് ടൈമറിന്റെ മോഡ് രജിസ്റ്ററിനെ കുറിച്ച് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് സപ്പോസ് ഇപ്പോൾ നോക്കിയാൽ ഫൈൻഡ് ദ ടൈമർ എന്ത് ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് അറിയണം. കാരണം ഞാൻ നേരത്തെ ഒരു കൗണ്ട് കൊടുത്ത് പറഞ്ഞു തന്നില്ലായിരുന്നു, ടൈമർ രജിസ്റ്ററിൽ നമ്മൾ FB കൊടുത്തു, എന്നിട്ട് റോൾ ഓവർ സംഭവിക്കുന്ന ഇടം വരെ അത് കൗണ്ട് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിലേ ആയിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഓരോ കൗണ്ട് കൂടുമ്പം എത്ര സമയം എടുക്കുന്നു നമുക്കറിയണം.
അല്ലെങ്കിൽ എന്താണ് ടൈമറിന്റെ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ, അതനുസരിച്ചിട്ട് ഡിലേ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. അതായത് FFFBന്ന് റോൾ ഓവർ സംഭവിക്കണം എന്ന് വെച്ചാൽ എന്താ, ടൈമർ രജിസ്റ്ററിൽ നമ്മൾ FFFB കൊടുത്താൽ CI DI FFFDI FFEI FFFI പിന്നെ 0 ആകുന്നു. അതിനാണ് റോൾ ഓവർ എന്ന് പറയുന്നത്. അത്രയും സംഭവിക്കാൻ എത്ര സമയം എടുക്കുന്നു അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, ഒരു കൗണ്ട് മാറാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ടൈമർ എന്നുള്ളത് മനസ്സിലാക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് സപ്പോസ് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ നമുക്ക് ഫ്രീക്വൻസി ഉണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന 8051ന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 11.0592 MHz ആണ്. ഇതാണ് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എങ്കിൽ അതേ ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും ടൈമർ ഫ്രീക്വൻസി. ഈ 12 എടുക്കുന്നതിന് വേറെ 12 ക്ലോക്ക് പൾസസ് പെർ മെഷീൻ സൈക്കിൾ ആ കണക്കിന്റെ ഒന്നും യാതൊരു കാര്യമില്ല. ഏത് ക്രിസ്റ്റൽ ഏതെടുത്താലും 8051ന്റെ ഏത് വേർഷൻസ് എടുത്തില്ല, ഞാൻ പറഞ്ഞില്ലേ പുതിയ പുതിയ വേർഷൻസ് ആയപ്പം ഒരു ക്ലോക്ക് സൈക്കിൾ ഒരു മെഷീൻ സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് സൈക്കിൾ ഉള്ള അത്രയും സ്പീഡുള്ള മൈക്രോ കൺട്രോളേഴ്സ് വരെ ഉണ്ട്. പക്ഷെ വിച്ചെവർ വേർഷൻ യു യൂസ്, ഏത് വേർഷൻ നിങ്ങൾ യൂസ് ചെയ്താലും ടൈമറിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ടൈമറിന്റെ ഓപ്പറേഷന്റെ ഫ്രീക്വൻസി ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12. അവിടെ തെറ്റിപ്പോരുത്. ചില വേർഷൻസിൽ 4 ക്ലോക്ക് പൾസേ ഉള്ള ഒരു മെഷീൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ടൈമർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 4 ചെയ്യരുത്. whichever version you take, timer frequency is crystal oscillator frequency divided by 12. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എടുക്കുന്ന കോമൺ ആയിട്ട് എടുക്കുന്ന 11.0592 MHz ആണെങ്കിൽ അത് ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ടൈമറിന്റെ ഫ്രീക്വൻസി. ഇതാണ് ഫ്രീക്വൻസി എങ്കിൽ ടൈമറിന്റെ ടൈം പീരീഡ് എന്തായിരിക്കും, 1 ഡിവൈഡഡ് ബൈ a value. 1 ഡിവൈഡഡ് ബൈ a value ആയിരിക്കും. കിലോ ഹെർട്സ് ആണ്, മെഗാഹെർട്സ് അല്ല, കിലോ ഹെർട്സ്. 1 ഡിവൈഡഡ് ബൈ a value ആയിരിക്കും ടൈം പീരീഡ്. അപ്പൊ എത്ര കിട്ടും, 1.085. ഈ വാല്യൂ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്, 1.085 മൈക്രോസെക്കൻഡ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൗണ്ട് മാറാൻ, അതായത് FFFB ന്ന് FFFCയിലേക്ക് മാറാൻ എത്ര സമയം വേണം, ഇത്രയും ടൈം വേണം. ഇതെങ്ങനെ കണ്ടുപിടിച്ചോന്ന് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ഓസിലേറ്റർ ഡിവൈഡഡ് ബൈ 12 ആണ് ടൈമർ ഫ്രീക്വൻസി, ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12. എന്നിട്ട് അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ടൈം പീരീഡ് കിട്ടും. അതാണ് 1.085 മൈക്രോസെക്കൻഡ്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ടൈമറിന്റെ ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സപ്പോസ് 11.0592 MHz ക്രിസ്റ്റലിന് പകരം നമ്മൾ 12 MHz ക്രിസ്റ്റലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 1 MHz ആയിരിക്കും നമ്മുടെ ടൈമറിന്റെ ഫ്രീക്വൻസി. അപ്പം 1/10⁻⁶ അല്ലെങ്കിൽ 10⁻⁻6 അല്ലെങ്കിൽ 1 മൈക്രോസെക്കൻഡ് ആയിരിക്കും ടൈമറിന്റെ ടൈം പീരീഡ്. അപ്പൊ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ടൈമർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ടൈമറിന്റെ ഓപ്പറേഷന്റെ സ്പീഡ്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഡിവൈഡഡ് ബൈ 12 ആണ് ടൈമറിന്റെ ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ 2 രജിസ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ടൈമർ രജിസ്റ്റർ വിച്ച് ഇസ് 16-bit രജിസ്റ്റർ, അത് ലോവർ ഓർഡർ ഹയർ ഓർഡർ എന്ന് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ടി മോഡ് രജിസ്റ്റർ പഠിച്ചു, തൊട്ട് മുന്നേ പഠിച്ചത്. ടൈമർ 0ക്ക് കറസ്പോണ്ടിങ് 4 ബിറ്റ് ഉണ്ട്. 8-bit രജിസ്റ്റർ ആണ് ടി മോഡ് രജിസ്റ്റർ. ടൈമർ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ്, ടൈമർ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 4 ബിറ്റ്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ടികോൺ രജിസ്റ്റർ. ടികോൺ രജിസ്റ്റർ എന്നത് ടൈമർ കൺട്രോൾ രജിസ്റ്റർ. മൂന്നാമത്തെ രജിസ്റ്റർ ടികോൺ. It is again an 8-bit SFR. 8-bit special function register ആണ് ടികോൺ, ടൈമർ കൺട്രോൾ രജിസ്റ്റർ. പക്ഷെ ഇത് ടൈമർ മാത്രമല്ല, ടൈമർ ബാർ കൗണ്ടർ കൺട്രോൾ ആണ്. ശരിക്കും ടൈമർ മാത്രമല്ലല്ലോ, ആ രണ്ട് ടൈമേഴ്സിനെ നമുക്ക് ടൈമർ ആയിട്ട് ആക്ട് ചെയ്യും, കൗണ്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ടികോൺ രജിസ്റ്ററിന്റെ D0 തൊട്ട് D7 വരെയുള്ള ബിറ്റ്സ്. ഇതില് ഈ 4 ബിറ്റ് മാത്രം, ഹയർ ഓർഡർ 4 ബിറ്റ് മാത്രമാണ് നമുക്ക് ടൈമർ ബാർ കൗണ്ടർ ഓപ്പറേഷനിലുള്ളത്. ഇത് നമുക്ക് ഇന്ററപ്റ്റ് പ്രോഗ്രാമിങ്ങിന്റെ സമയത്ത് ആവശ്യം വരത്തുള്ളൂ, ഇന്ററപ്റ്റിന്റെ സമയത്ത്. അപ്പൊ ഞാനിപ്പോ ലോവർ ഓർഡർ 4 ബിറ്റ് പറയത്തില്ല, ഐ വിൽ ബി ഓൺലി ടെല്ലിങ് യു ദ ഹയർ ഓർഡർ 4 ബിറ്റ്സ്. TF1, TR1, TF0, TR0. ഇപ്പൊ നമുക്കൊരു ടൈമറിനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് അല്ലെങ്കിൽ റൺ ബിറ്റ്സ് വേണം. റൺ ബിറ്റ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ബിറ്റ്, അതാണ് ഈ TR0, ടൈമർ റൺ 0, ടൈമർ റൺ 1. അതായത് ടൈമർ 0യെ സ്റ്റാർട്ട് ചെയ്യാം, ടൈമർ 1നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കി. സെറ്റ് ബി, അതൊരു ബിറ്റ് ആണല്ലോ, TR1
TR0. സെറ്റ് ബി TR1 എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? സെറ്റ് ബിറ്റ്. ആ ബിറ്റിനെ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആ ടൈമർ 1നെ സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് ബി TR0 എന്ന് വെച്ചാൽ ടൈമർ 0യെ സ്റ്റാർട്ട് ചെയ്യാം. തിരിച്ച് ക്ലിയർ TR1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ടൈമർ 1നെ സ്റ്റോപ്പ് ചെയ്യാം. ക്ലിയർ TR0 എന്ന് വെച്ചാൽ ടൈമർ 0യെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ടൈമർ സ്റ്റോപ്പും സ്റ്റാർട്ടും ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് TR0, TR1 എന്നുള്ള ബിറ്റ്സ് വേണം. അതായത് T-CON-ൽ 2 ബിറ്റ്സ് വേണം. അതുകൊണ്ടാണ് അതിനെ ടൈമർ കൺട്രോൾ രജിസ്റ്റർ എന്ന് പറയുന്നത്. ടൈമറിനെ കൺട്രോൾ ചെയ്യുന്ന രജിസ്റ്റർ, ടൈമറിനെ ഓണോ ഓഫോ ചെയ്യാൻ സഹായിക്കുന്ന രജിസ്റ്റർ ആണ് T-CON രജിസ്റ്റർ. അതിൽ 2 ബിറ്റ്സ് ആണ് TR0യും TR1ഉം. ടു സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ദ ടൈമർ. പിന്നെ TF0, TF1 അതെന്താന്ന് വെച്ചാൽ TF0, TF1 ടൈമർ ഓവർഫ്ലോ ബിറ്റ്. അതായത് ടൈമർ 0യുടെ ഓവർഫ്ലോ, ഇത് ടൈമർ 1ന്റെ ഓവർഫ്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കൗണ്ട് കൊടുത്താൽ അത് FF ആയിട്ട് പിന്നെ 0 ആവുന്നു. ആ പ്രൊസീജിയറിനെയാണ് റോൾ ഓവർ എന്ന് പറയുന്നത്. അതായത് FF ആയിട്ട് 0യിലേക്ക് പോകുന്ന ആ കണ്ടീഷനെയാണ് റോൾ ഓവർ, അല്ലെങ്കിൽ വേറൊരു വാക്ക് ഓവർഫ്ലോ. ഇറ്റ് ഈസ് കോൾഡ് ആസ് റോൾ ഓവർ ഓർ ഓവർഫ്ലോ. അതിനെയാണ് റോൾ ഓവർ അല്ലെങ്കിൽ ഓവർഫ്ലോ എന്ന് പറയുന്നത്. അത് സംഭവിക്കുമ്പം ഈ TF0 അല്ലെങ്കിൽ TF1, ഇപ്പൊ ടൈമർ 0 ആണ് ഉപയോഗിച്ച് അത് ഓവർഫ്ലോ സംഭവിച്ചാൽ TF0 എന്നുള്ള ബിറ്റ് 1 ആയി മാറും. അതുപോലെ TF1 ടൈമർ 1 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ടൈമർ 1ന്റെ ഓവർഫ്ലോ ബിറ്റ് എന്താവും? 1 ആവും. എപ്പോഴാണ് 1 ആകുന്നത്? റോൾ ഓവർ അല്ലെങ്കിൽ ഓവർഫ്ലോ സംഭവിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ആ നമ്മൾ കൊടുത്തേക്കുന്ന കൗണ്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ടൈമർ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ഓവർഫ്ലോ സംഭവിക്കുമ്പോൾ. അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ഓവർഫ്ലോ ആയോ എന്ന്? ഈ TF1 അല്ലെങ്കിൽ TF0 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ടൈമർ 1 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ TF1 എപ്പോൾ സെറ്റ് ആവുന്നോ ഓവർഫ്ലോ ഹാസ് ഒക്കേർഡ് എന്ന് പറയാം. ടൈമർ 0 ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ TF0 എപ്പോൾ സെറ്റ് ആയോ നമുക്ക് എന്ത് പറയാം? അവിടെ ഓവർഫ്ലോ സംഭവിച്ചു എന്ന് പറയാം. ഓവർഫ്ലോ സംഭവിക്കാനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് TF1, TF0 എന്നുള്ള ബിറ്റ്സ്. ടൈമർ കൺട്രോൾ രജിസ്റ്റർ, T-CON രജിസ്റ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹയർ ഓർഡർ 4 ബിറ്റും ടൈമറിന് സ്റ്റാർട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള 2 ബിറ്റുകളുണ്ട്, TR1ഉം TR0യും. TF1, TF0 എന്തിനാ? ഓവർഫ്ലോ സംഭവിച്ചു ഇല്ലയോ എന്ന് അറിയാൻ. അത് വാല്യൂസ് 0 ആണെങ്കിൽ ഓവർഫ്ലോ സംഭവിച്ചിട്ടില്ല. എപ്പോൾ അത് സെറ്റ് ആവുന്നു? ഓവർഫ്ലോ ഹാസ് ഒക്കേർഡ് എന്നാണ് അർത്ഥം. എപ്പോൾ ഓവർഫ്ലോ ആകുന്നു അന്നേരം നമ്മൾ ടൈമർ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ. T-CON രജിസ്റ്റർ ഒരു ബിറ്റ് അഡ്രസബിൾ രജിസ്റ്റർ ആണ്. ഇതാണ് നമ്മുടെ T-CON രജിസ്റ്ററിന്റെ ബിറ്റ് പൊസിഷൻസ്. T-CON നമ്മളിപ്പോൾ പഠിച്ച രജിസ്റ്റർ T-CON D0 തൊട്ട് D7 വരെയുള്ള ബിറ്റ്സ്. ഈ 4 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. TR0, TR1, TF0, TF1 ഈ 4 ബിറ്റ്സ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അതിനെ നോക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ടൈമർ 0യെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സെറ്റ് ബി TR0, പിന്നെ സെറ്റ് ബി TR1 എന്ന് വെച്ചാൽ ടൈമർ 1നെ സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ TR0 എന്ന് വെച്ചാൽ ടൈമർ 0യെ സ്റ്റോപ്പ് ചെയ്യാൻ. ക്ലിയർ TR1 എന്ന് വെച്ചാൽ ടൈമർ 1നെ സ്റ്റോപ്പ് ചെയ്യാൻ. പിന്നെ നമുക്ക് ടൈമർ ഓവർഫ്ലോ ഈ ബിറ്റ് ഉണ്ടല്ലോ TF0, TF1 അതിനെയും സെറ്റോ ക്ലിയറോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സെറ്റോ ക്ലിയറോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലയിടത്ത് നമ്മൾ TR0 ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ എഴുതത്തേ ഉള്ളൂ, TR0 വെച്ചിട്ട് തന്നെ. ചിലപ്പം നിങ്ങൾ കാണുന്നത് ഇങ്ങനെ ആയിരിക്കും. ചില ടെക്സ്റ്റ് നോക്കിയാൽ സെറ്റ് ബി TR0ക്ക് പോലെ എന്തെന്ന് എഴുതിയിരിക്കും? D0, D1, D2, ബിറ്റ് അഡ്രസബിൾ ആണ് ഈ രജിസ്റ്റർ. ഈ SFR ബിറ്റ് അഡ്രസബിൾ ആ. TR0ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? T-CON.4 എന്ന് എഴുതാം. T-CON.4. ഇപ്പൊ TR0ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? T-CON.4. TF0ക്ക് വരെ നമുക്ക് എന്ത് എഴുതാം? T-CON.5. T-CON.5. ഓക്കെ. പിന്നെ TR1ന് വരെ നമുക്ക് എന്ത് എഴുതാം? T-CON.6. TF1ന് വരെ നമുക്ക് എന്ത് എഴുതാം? T-CON.7. അത് മാത്രമാണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാ രജിസ്റ്റേഴ്സും പഠിച്ചു. T-MOD, T-CON, ടൈമർ രജിസ്റ്റേഴ്സ്. അപ്പൊ അതിൽ ടൈമർ രജിസ്റ്റർ മാത്രം 6 ബിറ്റ്, ബാക്കി 2 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ.